ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേയധികം ആളുകൾ ഫാം ചെയ്യുന്ന നമ്മുടെ മീമിഫൈ എന്ന് പറയുന്ന എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. ഇന്ന് അവരുടെ ലിസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സംബന്ധിച്ച് കുറേയധികം അനൗൺസ്മെൻറ്റുകൾ അവർ നടത്തിയിട്ടുണ്ട്. ഇന്ന് അനൗൺസ്മെൻറ്റ് വരുമെന്ന് ഇന്നലെ തന്നെ നമ്മൾ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അവർ ഇന്ന് നടത്തിയിട്ടുള്ള അനൗൺസ്മെൻറ്റുകളെ കുറിച്ചാണ്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു മീമിഫൈയിൽ. അതുപോലെ തന്നെ കൂടുതൽ എയർ ഡ്രോപ്പ് അലോക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ചില പൊടിക്കൈകളും ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ക്രിപ്റ്റോ അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ മീമിഫൈ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ടോക്കൺ ലിസ്റ്റ് ആവാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 9 സോ ഇനിയും ഇതിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർക്ക് ഏകദേശം ഒരു 1.5 മാസത്തോളം സമയമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലിസ്റ്റിംഗ് ഡേറ്റ് മനസ്സിലായിട്ടുണ്ട്. ഒക്ടോബർ 9, 2024 ഇവർ ഈ ഒരു ടോക്കൺ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട് മീമിഫൈ വിൽ ബി ലിസ്റ്റഡ് ഓൺ ടോപ്പ് ടയർ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് ഏതാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളിൽ മീമിഫൈൻ്റെ ബാക്കേഴ്സും അതുപോലെ തന്നെ ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് ഇവർ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നതും എന്നുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് അവർ അനൗൺസ് ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എയർ ഡ്രോപ്പ് അലൊക്കേഷൻ മാക്സിമം ആക്കി വെക്കാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എയർ ഡ്രോപ്പ് എത്രത്തോളം അലൊക്കേഷൻ ഉണ്ട് എന്നുള്ളത് ഈ ഒരു ഒക്ടോബർ 9 മുന്നേ ആയിട്ട് അവർ അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എ പബ്ലിക് എയർ ഡ്രോപ്പ് ചെക്കർ വിൽ ബി അവൈലബിൾ അഡ്വാൻസ് ഓഫ് TGE. ഇനി നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം അവർ എഴുതിയേക്കുന്നുണ്ടോ ഏൺ ഓർ ബേൺ. അത് മിക്കവാറും അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മീമിഫൈൻ്റെ ബോട്ടിൽ ഇന്നാക്റ്റീവായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് അവർ ബേൺ ചെയ്ത് കളയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കുറേ അധികം പ്രൊജക്റ്റുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മുൻപേ നോട്ട് കോയിനൊക്കെ സെയിം പരിപാടി ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ആ ഒരു ബോട്ടിൽ കുറവാണെങ്കിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ അവരും ബേൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു ബോട്ടിനകത്ത് മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ പോയിൻറ്റ്സും അതുപോലെ തന്നെ കൂടുതൽ എയർ ഡ്രോപ്പ് അലൊക്കേഷൻ കിട്ടുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മീമിഫൈ ബോട്ടിൽ വളരെ ഈസി ആയിട്ട് ഇപ്പം നിങ്ങളുടെ ലെവലും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനൊരു പുതിയൊരു അപ്ഡേറ്റ് അവരുടെ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. നമ്മുടെ ഈ ഒരു ബോട്ട് തുറക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് താഴെയായിട്ട് ഒരു ചെറിയൊരു ക്യാപ്സ്യൂളിൻ്റെ പോലെ ഒരു സ്കൈ ബ്ലൂ കളറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും. സോ ആ ഒരു സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇതുപോലെ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സ്പിൻ അവൈലബിൾ ആണോ ആ സ്പിന്ന് മൊത്തം നിങ്ങൾ യൂസ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ആ സ്പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ സ്പിൻ ആയിക്കൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു നമ്മുടെ ആ ഒരു ക്യാരക്ടറിന് മേലെ ടാപ്പ് ചെയ്യുന്നതിന് പകരം ആ ഒരു ക്യാരക്ടറിൻ്റെ ഡാമേജും കാര്യങ്ങളൊക്കെ ഇവിടെയും നമുക്ക് റാൻഡമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാണ്. നമ്മൾ സാധാ ടാപ്പ് ചെയ്യുന്നതിനെക്കാട്ടും അത്രയും എഫേർട്ടും കാര്യങ്ങളൊന്നും ഇടണ്ട. ഇത് ജസ്റ്റ് ഓണാക്കി വെച്ചിട്ട് ഫോൺ അവിടെ വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ലെവൽസും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ പോയിൻറ്റ്സും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ലെവൽ എത്രത്തോളം എത്തിക്കാനായിട്ട് പറ്റുന്നോ അത്രത്തോളം എത്തിക്കാനായിട്ട് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് എത്രത്തോളം എൺ ചെയ്യാനായിട്ട് പറ്റുന്നോ അത് മാക്സിമം എൺ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. മീമിഫൈ ഓൾറെഡി ലിനിയ എന്ന് പറഞ്ഞിട്ടുള്ള വരാനായിട്ട് പോകുന്ന എതേറിയത്തിൻ്റെ L2 ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. കൂടുതൽ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഫണ്ടിങ് എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് അറിയാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ആരും ഇത് മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. വീഡിയോനെ കുറിച്ചുള്ള വലിയേറെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.